ഹലോ വെൽക്കം ബാക്ക് ടു മിറാഷ് വോക്കലിസ്റ്റ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ദുബായ് നഗരത്തിൻ്റെ പ്രഭാതം വളരെ അപൂർവമായിട്ട് കാണാറുള്ളൂ. വൈബ് പൊളിയാണ്, ഒരു രക്ഷയില്ല. ഇന്നത്തെ യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒമാനിലേക്ക് അല്ലെങ്കിൽ ഒമാൻ വഴി ഒരു വിസ ചേഞ്ചിങ് ആണ്. രാവിലെ 6 മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സൺഡേ ആയത് കാരണം മെട്രോ 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചു നേരെ ടാക്സിയിലാണ് ബർദുബയിലേക്ക് പോയത്. അപ്പോൾ രാവിലെ 6 മണിയാണ് ഇവിടുത്തെ റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത്. ഷറഫ് ഡി ജി എക്സിറ്റ് 1 ആ ഏരിയ വരുന്നത് ഏകദേശം. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രധാനമായിട്ടും ഇവിടെ നമുക്ക് കുറച്ച് പ്രിൻ്റ് ഔട്ടൊക്കെ കയ്യിൽ കരുതേണ്ട ആവശ്യമുണ്ട്. ഒമാൻ വിസ, അതുപോലെ ബോർഡർ റിസീറ്റ് വോച്ചർ, പിന്നെ നമ്മളെ നിലവിലുള്ള വിസയുടെ കോപ്പി, പിന്നെ ബസ് ടിക്കറ്റ്, ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കയ്യിൽ കരുതേണ്ടതാണ്. ഇവിടുന്ന് ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് ഏകദേശം 7-7:30 മണിയാകുമ്പോൾ ബസ് പുറപ്പെടും. അപ്പോൾ ബോർഡറിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിങ് കാരണം പിന്നെ ഈ സിഗരറ്റ്, പാൻ മസാല, അതുപോലെ പാരസെറ്റമോൾ ഒഴികെയുള്ള മറ്റ് മെഡിസിൻസ് ഇതൊന്നും അലൗഡ് അല്ല. അതൊക്കെ ഇവർ ഇവിടെ തന്നെ മേടിച്ച് വെച്ചിട്ട് കളയുന്നതായിരിക്കും. അങ്ങനെ ഇപ്പോൾ കുറച്ച് മഴക്കെടുതികളൊക്കെ കഴിഞ്ഞ് ദുബായ് സിറ്റി ഒന്ന് ഉണർന്ന് വരുന്നതേ ഉള്ളൂ. എത്ര കണ്ടാലും മതി വരാത്ത ദുബായിയുടെ സൗന്ദര്യം ഒരു ഹരം തന്നെയാണ് കേട്ടോ. ഇനി അല്പം വഴിയോര കാഴ്ചകളൊക്കെ ആവാം. എന്തായാലും ഞാൻ കുറച്ച് നേരം മിണ്ടാതിരിക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഹത്ത ഒമാൻ ബോർഡർ ഏരിയയിലെത്തി കഴിഞ്ഞു. ഇവിടെ ഒരു 3 സ്റ്റോപ്പാണ് ഉണ്ടാകുന്നത്. ഒന്ന് എക്സിറ്റ്, പിന്നെ സെക്യൂരിറ്റി ചെക്കിങ് സ്കാനിങ് ഒക്കെ ആയിട്ട് രണ്ടാമത്തെ ഒരു സ്റ്റോപ്പ്, പിന്നെ മൂന്നാമത്തെന്ന് പറയുന്നത് ഒമാൻ എൻട്രിയാണ്. ഇത് തിരിച്ചു വരുമ്പോഴും ബാധകമാണ് കേട്ടോ. ഈ പറഞ്ഞതുപോലെ 7-7:30 മണി 8 മണിക്കുള്ളിൽ ദുബായിൽ നിന്ന് എടുക്കുന്ന ഈ ബസ് ഇവിടെ ഒരു 11:30-12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം ബോർഡർ ക്രോസ് ചെയ്യും. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു രാജ്യത്തിൻ്റെ ബോർഡർ കടക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. और एक बात है, हमारा कैप्टन मुशर्रफ भाई माशाल्लाह पाकिस्तान से है, बहुत अच्छा इंसान है, बहुत ही हेल्पफुल एंड फ्रेंडली पर्सनैलिटी है. मुशर्रफ भाई, अगर आप ये वीडियो देख रहा तो आपको मेरी तरफ से सलाम एंड थैंक यू सो मच फॉर मेकिंग माई ट्रिप एवर मेमोरेबल.
പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു 25 to 30 കിലോമീറ്റേഴ്സ് ദൂരമുണ്ട് നമ്മുടെ ഈ റെസ്റ്റ് ഏരിയ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെത്താനായിട്ട്. അപ്പോൾ ഈ ഒമാനിലെ സോഹർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ചെറിയൊരു ഏരിയയിലാണ്, ആ സിറ്റിയുടെ ഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. നമുക്കിപ്പോൾ അവിടുത്തെ താമസ സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടുന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ മൊത്തം സെറ്റായിട്ട് ഇവിടുന്ന് ഒരു 5 മിനിറ്റ് പിന്നെ താമസ സ്ഥലത്തേക്ക് നമുക്ക് പോകാനുള്ളൂ. പിന്നെ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഈ ചിക്കൻ ഐറ്റംസ് പൊതുവേ ഫ്രഷ് ആയിരിക്കും, ഫ്രഷ് ആൻഡ് ടേസ്റ്റി ആയിരിക്കും. മറ്റുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയൊരു അഭിപ്രായമില്ല, പലരും 50-50 ആണ് അതിൻ്റെയൊക്കെ കാര്യം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല വൃത്തിയും വെടുപ്പൊക്കെ ഉള്ള നമ്മുടെ ഈ ഫ്ലാറ്റിലേക്ക് ഏകദേശം എത്തിക്കഴിഞ്ഞു. ഒരു ഷെയറിങ് ടൈപ്പുള്ള ഒരു അക്കോമഡേഷനാണ് ഇവിടെ, നമുക്കൊരു റെസ്റ്റ് ഏരിയ ആയിട്ട് കരുതാം. നമ്മളെ വൈകുന്നേരം ഇപ്പോൾ നമ്മളെ വിസ വന്നിട്ട് ബസ് തിരികെ എടുക്കുന്ന ആ ഒരു സമയം 6:30-7 o'clock ആണ്. ആ ഒരു സമയം വരെ നമുക്കിവിടെ റിലാക്സ് ആയിട്ടിരിക്കാം. വൈഫൈ ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ വിസ ട്രാവൽ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ വിസയുടെ സ്റ്റാറ്റസൊക്കെ അറിയാം. എന്നിട്ട് അവിടെ കാണുന്ന നമ്പറിൽ അവർക്ക് വാട്സാപ്പ് ചെയ്ത് കൊടുക്കാം. തിരിച്ച് നമ്മളൊരു 7:30-8 PM ഒക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പുറപ്പെടും. അപ്പോൾ ഒരു 11:30-12 മണിക്കാണ് ദുബായിൽ തിരിച്ചെത്തുന്നത്. അതേ സ്പോട്ടിലാണ് തിരിച്ചെത്തുക. ഷറഫ് DG മെട്രോ സ്റ്റേഷൻ്റെ ഏരിയയിലാണ് തിരിച്ചെത്തുക. അപ്പോൾ ആ ഒരു ടൈം പറയുന്നത് 11:30 to 12 ഒക്കെയാണ്. ചെറിയ രീതിയിലുള്ള കുറച്ച് കൺഫ്യൂഷനും ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാണ് ഈ ഒരു പോക്ക് വരവ്, ബോർഡർ ക്രോസിങ്, അതുപോലെ ബസ്സിലുള്ള ഈ ദൂരയാത്ര, ഇതിനെക്കുറിച്ച് ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റാണ്. സംഭവം അടിപൊളി വൈബാണ്. നല്ലൊരു എൻജോയ്മെൻറ്റ് മൂഡിൽ അങ്ങനെ പോയാൽ മതി, ഒരു കുഴപ്പമില്ല. എന്തായാലും വളരെ സ്മൂത്തായിട്ടുള്ളൊരു വിസ ചേഞ്ചിങ് ബൈ ബസ് ഏകദേശം ഡണ്ണായിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ ലാസ്റ്റ് മെട്രോ കിട്ടി, 12 മണിക്ക് ലാസ്റ്റ് മെട്രോ കിട്ടി. അങ്ങനെ തിരിച്ച് റൂമിലേക്കുള്ള യാത്ര. അപ്പോൾ ഗുഡ് നൈറ്റ് ദുബായ് ഗൈസ്, ടേക്ക് കെയർ, സീ യു.